നേവിയിലേക്ക് കടന്നു വരൂ, ലക്ഷങ്ങൾ സമ്പാദിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഡ്വർടൈസ്മെന്റുകൾ പല എൻട്രൻസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ പല മർച്ചന്റ് നേവി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പോൾ അഡ്വർടൈസ്മെന്റുകളായിട്ട് ഇടുന്നുണ്ട്. ഈ പറയുന്ന പോലെ 8 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ശമ്പളം ലഭിക്കുന്നത് ആർക്കാണ്? ബേസിക്കലി കപ്പലിലെ ടോപ്പ് റാങ്കുകളായ മാനേജ്മെന്റ് ലെവൽ ഓഫീസേഴ്സ് ആയ ക്യാപ്റ്റൻ, ചീഫ് ഓഫീസർ, സെക്കൻഡ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ എന്ന് പറയുന്ന റാങ്കുകൾക്കാണ് ഈ ഒരു ശമ്പളമൊക്കെ ലഭിക്കുന്നത്. അത് മാസ ശമ്പളമായിട്ട് 6 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയൊക്കെ ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു റാങ്കിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 10 വർഷം മുതൽ 15 വർഷത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയുള്ള ഓരോ റാങ്കിലേക്കുമുള്ള എക്സാംസും നിങ്ങൾ വളരെ കൃത്യമായിട്ട് പാസ്സായാൽ മാത്രമാണ് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ മർച്ചന്റ് കടന്നു വരുന്ന എല്ലാവരും ഈ റാങ്കിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യവും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അല്ലെങ്കിൽ എല്ലാവരും ഈ പറയുന്ന പോലെ 10 വർഷം തന്നെ ആവുന്നുണ്ടോ എന്നുള്ള കാര്യവും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എൻക്വയറി ചെയ്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ തറവായിട്ട് റിസർച്ച് ചെയ്ത ശേഷം മാത്രം ഈ ഫീൽഡിലേക്ക് കടന്നു വരിക. മർച്ചന്റ് നേവിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരുടെയും മെയിൻ കോൺസെപ്റ്റ് വെക്കുന്ന പൈസക്കാരനാവാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വരുന്നത്. പക്ഷെ ഇത് സത്യമാണോ? മർച്ചന്റ് നേവിയിലുള്ള എല്ലാവരും ഭയങ്കര പൈസക്കാരായിട്ടുണ്ടോ? അപ്പോൾ അത് മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കമന്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് കമന്റ് ചെയ്യുക. ബാക്കി യങ്സ്റ്റേഴ്സിന് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ മർച്ചന്റ് നേവിയിലേക്ക് തിരക്കില്ലാത്തൊരു സാലറി കിട്ടും. ഇതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സാലറി കിട്ടില്ലേ? അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ ഇവിടെ IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ മർച്ചന്റ് നേവിയിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 4th എഞ്ചിനീയർ വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപയ്ക്ക് ശമ്പളം ഉണ്ടാവും. ഈ സെയിം സാലറി ആ ഒരു സ്ട്രഗിളിൽ തന്നെ നമുക്ക് ഇവിടെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ലേ? അപ്പോൾ അവർ ഈ റൗണ്ട് ദ ഇയർ ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 മാസമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തെ ഇൻകം എടുക്കുമ്പോൾ മർച്ചന്റ് നേവിക്കാരെക്കാളും കൂടുതൽ ഇൻകം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായ ഒരു സാലറിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇതുമായിട്ട് നിങ്ങൾ ഇതിനെ കരുതരുത്. അപ്പോൾ ബേസിക്കലി എല്ലാവരും വിചാരിക്കുന്നത് മർച്ചന്റ് നേവിയിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്, പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ടതായില്ല, നിങ്ങൾക്ക് ബെൻസ് വാങ്ങിക്കാം, ചെറിയ ഏജിൽ തന്നെ BMW വാങ്ങിക്കാം. ഇതൊക്കെ വാങ്ങിക്കാൻ സാധിക്കുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സാംസ്, നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഇതിന് ഒരുപാട് ആവശ്യമാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രം നിങ്ങൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത ശേഷം മാത്രം, അല്ലാണ്ട് ഈ ഒരു സാലറി കണ്ടിട്ട് മാത്രം ആരും ഈ ഫീൽഡ് എടുക്കരുത്. വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ക്യാപ്റ്റൻ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് എടുത്തോ. പക്ഷെ പഠിക്കുവാണെങ്കിൽ സ്പോൺസർഷിപ്പ് എടുത്ത് മാത്രം പഠിക്കുക. അല്ലെങ്കിൽ നല്ല ടോപ്പായിട്ട് പ്ലേസ്മെന്റ് റെക്കോർഡുള്ള കോളേജുകൾ മാത്രം നോക്കി സെലക്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അവിടെയും പെടും. അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് നോക്കിയ ശേഷം മാത്രം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.